ഈ താലിയെക്കുറിച്ച് എത്ര രാത്രി സന്തോഷിയുടെ അച്ഛനും ഞാൻ പഠിക്കുന്നുണ്ടല്ലോ. അത് മഹാദേവൻ 3 തവണ പരീക്ഷിച്ചിട്ട് പാർവതി വിശ്വസ്തയാണ്, ഇത് പാതി മെയ്യാക്കാൻ പ്രാപ്തയാണ് എന്ന്, പത്നീപദം അലങ്കരിക്കാൻ പ്രാപ്തയാണെന്ന് ബോധ്യം വന്നതിന് ശേഷം പരീക്ഷണ നിരീക്ഷണങ്ങൾ, അങ്ങനെയാ പുരാണത്തിൽ കഥ പറയുന്നത്. ആ പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് ഒടുവിൽ അതിലെല്ലാം പാർവതി വിജയിച്ചപ്പോൾ മഹാദേവൻ വന്നിട്ട് ഭഗവാന്റെ കഴുത്തേ കിടന്ന മാലയെടുത്ത് പാർവതിയുടെ കഴുത്തേലിട്ടു. ഭഗവാന്റെ കഴുത്തേ കിടക്കുന്ന മാല സർപ്പം, കൊടിയ വിഷസർപ്പം. ആ കൊടിയ വിഷസർപ്പത്തെ, അതായത് ഭഗവാന്റെ മാല എടുത്ത് വരണമാല്യമായിട്ട് പാർവതിയുടെ കഴുത്തേലിട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സങ്കല്പമാണ് നാഗപണത്താലി. ആ താലിയിൽ ശ്രദ്ധിച്ചാൽ അറിയാം, മുകളിലെ കുളത്തിനോട് ചേർന്ന് പാമ്പിന്റെ മുഖം, കണ്ണും ചുണ്ടും മൂക്കും ഒക്കെ മുകളിലുണ്ട്. പിന്നെ താഴോട്ട് ബാണം, അറ്റം ഇങ്ങനെ മുന്നോട്ട് ചുരുട്ടി വെച്ചിരിക്കുന്ന വാലറ്റം. ഇത് കൊരുത്ത് ആ ചരട് പൂജിച്ച് പുരുഷ സ്ത്രീയുടെ കഴുത്തേക്ക് കിട്ടുക. കഴുത്തേക്ക് കിട്ടിയിട്ട് ഭഗവാൻ മഹാദേവൻ പാർവതിയുടെ കഴുത്തേൽ ഈ വർണ്ണമാല്യം ചേർത്ത് ഈ മഹാഘോര സർപ്പത്തെ അണിയിച്ചിട്ട് ശരീരത്തിൻ്റെ പകുതിയായി ചേർത്തു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ദാമ്പത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പവിത്രമായ കാഴ്ചപ്പാട് ഭർത്താവ് എന്ത് മനസ്സിൽ വിചാരിക്കുന്നു അത് അയാൾ പറയാതെ തന്നെ ഭാര്യ തിരിച്ചറിയുന്നു. ഭാര്യയുടെ മനസ്സിലുള്ള ഇംഗിതങ്ങൾ എന്തൊക്കെയാണ് അത് ഭർത്താവ് അവൾ പറയാതെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്നു. ഈ ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ദാമ്പത്യം പൂർണ്ണമാണ്. ഉമാമഹേശ്വര സങ്കല്പം, ഇത് ആ താലി പൂജയ്ക്കുള്ള മന്ത്രം പോലും അതിലും പറയുന്ന ഇതാണ്. ഈ മഹേശ്വരനും പാർവതിയും തമ്മിലുള്ള വിവാഹം പോലെ ആചന്ദ്രതാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് അവസാനം മംഗല്യം തന്തുനാനേന മമ ജീവന ഹേതുന എന്ന് പറഞ്ഞ് തുടങ്ങുന്ന മന്ത്രം ആ പൂജിച്ച് ആ കിട്ടുമ്പോൾ ചൊല്ലുന്ന ആ മന്ത്രം ഈ ആശംസയാണ്. അതിന് വേറെ വ്യാഖ്യാനം ഉണ്ട് കേട്ടോ. താലി എന്ന് പറഞ്ഞാൽ താലം എന്ന് പറഞ്ഞ തളിക എന്നർത്ഥം. താലിക, അതാണ് തളിക. ഈ തളികയുള്ള ശരീരത്തെ സ്വന്തമാക്കാൻ അദ്ദേഹം കെട്ടുന്ന ഒരു ഇത് താലി എന്ന് പറയുമ്പോൾ മറ്റേ ലൈസൻസ്, അങ്ങനെ അർത്ഥമുണ്ട്. കാരണം താലിക ഗർഭാശയം സ്വീകരിക്കലത്. പെണ്ണിന്റെ കഴുത്തിൽ ഈ താലി കെട്ടുമ്പോൾ ഗർഭാശയം സ്വീകരിക്കില്ല. ഇതിന്റെ വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. അന്യപുരുഷന്മാര് നോക്കുമ്പോൾ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കിടപ്പുണ്ടെങ്കിൽ ആ പെണ്ണിനെ അമ്മ കൂട്ടിയെ പണ്ട് പറയുള്ളായിരുന്നു. അതാണ് പൊന്നെന്ന് പേരിട്ടവള് പൊന്നമ്മയാകുന്നതും തങ്കെന്ന് പേരിട്ടവള് തങ്കമ്മയാകുന്നതൊക്കെ കുട്ടിക്കാലത്തെ മിന്നു കെട്ടുന്ന ശൈശവ വിവാഹത്തിന്റെ കാലഘട്ടം. അതങ്ങനെ കെട്ടേണ്ടി വന്നത് എന്താണെന്ന് വെച്ചാൽ ആ മിന്നു കഴുത്തലുള്ള പെണ്ണിനെ മറ്റുള്ളവരൊക്കെ അമ്മയായിട്ട് കാണണം, പൂജിക്കണം. അവരെ സ്പർശിക്കാൻ, അവരെ തീണ്ടാൻ ആർക്കും അവകാശമില്ല, അധികാരമില്ല. അതാണ് ഈ മിന്നു കെട്ടുന്നതിൻ്റെ ഇത്. ആ പെണ്ണിന് അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്നറിയോ? ഒരു പെണ്ണിന്റെ കഴുത്തിൽ ഘോര സർപ്പത്തെ അണിഞ്ഞേക്കണം. ആ സർപ്പം ഇവിടെ ഈ താലി പിഴപ്പിച്ചാൽ, അവളുടെ മനസ്സ് ചഞ്ചലമായാൽ, അവളുടെ ദാമ്പത്യത്തിന് പിഴവ് സംഭവിച്ചാൽ പാമ്പ് കടിച്ചു പോലെയാവുക പെണ്ണിന്റെ ജീവിതം. അവളുടെ കഴുത്തിൽ കിടക്കുന്ന ഈ സർപ്പം അവളെ കടിക്കും എന്നർത്ഥം. നമുക്ക് ചുറ്റും ചിന്തിച്ചാൽ നോക്കിയാൽ അറിയാം, കല്യാണം കഴിച്ച പെണ്ണുങ്ങൾ പരപുരുഷ സമാഗമം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ പിടിക്കപ്പെട്ടാൽ അവൾ അതോടെ പുറന്തള്ളപ്പെടും, കഴുത്തിൽ പാമ്പ് കിടക്കുന്ന പോലെ. ഇതൊക്കെ എത്രയോ മഹത്തായ ഒരു കൺസെപ്റ്റ് അതൊന്ന് ആലോചിച്ചു നോക്കി. ആ കഥാപാത്രത്തിൻ്റെ കഥയുടെ പിന്നാലെ നമ്മൾ പോയി. പക്ഷെ അതുകൊണ്ട് നമ്മുടെ പൂർവാചാര്യന്മാർ ഉദ്ദേശിച്ച അർത്ഥതല എന്താണെന്നുള്ളത് ആർക്കും മനസ്സിലായില്ല. ആ വഴിയാണ് ഇപ്പം സംഭവിച്ചത്.